ഒരു കാടളകി വരുന്നുണ്ടല്ലോ. ഈശ്വര ദേ വരുന്നു. സാരമില്ല, അവള് കുട്ടിയല്ലേ, നെക്സ്റ്റ് ടൈമിൽ നല്ല മാർക്ക് വാങ്ങിച്ചോളും. അല്ല മോളെ? സാറൊരു മാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. മമ്മി പറഞ്ഞു പോയത് കേട്ടില്ലേ? പപ്പയാണ് മോളെ ലാളിച്ച് വഷളാക്കുന്നേന്ന്. ആണോ മോളെ? 10 ലക്ഷം രൂപ നീ ഇത് അവിടെ തന്നെ തിരിച്ചേൽപ്പിക്കണം. എനിക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയല്ലടാ, മറക്കില്ല ഒരിക്കൽ. ആരും അറിയില്ല മല്ലയ്യ. സരസുവിന് ശരിക്കും വിഷമമുണ്ടെന്ന് മുഖം കണ്ടാലറിയാം. ഒരു കല്യാണ പെണ്ണിനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ രാജൻ ചെയ്തത്. ഇനി ഇതിന്റെ പേരിൽ കടുങ്കയൊന്നും ചെയ്യരുത്. വിജയുടെ അച്ഛൻ എഴുതിയ വിൽപത്രം എന്റെ കയ്യിലെടുത്തോളം കാലം നിങ്ങൾ എന്തിനാ പേടിക്കണേ? എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ വിൽപത്രം എവിടെ? ഈ ഗ്രാമം ശാപത്തിൽ നിന്ന് മോചനം നേടണമെങ്കിൽ എനിക്ക് ഇവിടെ ഒരു ബന്ധം വേണമെന്ന് പറയും. അതായത് ഭാര്യ, ജീവിത പങ്കാളി. ആ ബന്ധം നിന്നോട് ഞാൻ പൂർത്തീകരിക്കും. ഗ്രാമവാസികളുടെ മുന്നിൽ വെച്ച് നിന്നെ ഞാൻ സ്വീകരിക്കും. പിന്നെ ആരെയും പേടിക്കാതെ ഒരുമിച്ച് ജീവിച്ചൂടെ മോളെ? അല്ലെങ്കിലും എന്നെ ചതിക്കില്ലെന്നറിയാം. എനിക്ക് കാണിച്ചു തരൂ, എനിക്കൊരു ബന്ധത്തെ കാണിച്ചു തരൂ. സ്വയരക്ഷയ്ക്ക് വേണ്ടിയല്ലേ നമുക്കിത് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം. മനുഷ്യർക്ക് മാറാൻ പറ്റില്ല ഒന്നുമില്ല. സുരേഷിനെ ശരിക്കും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. സുരേഷിൻ്റെ ഒരു ഹ്യൂമർ സൈഡ് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് പറയാം. കാരണം ഞങ്ങൾക്കറിയാം സുരേഷിനെ ആൾക്കാർ കണ്ടിട്ടുള്ള മൂവീസിലൊക്കെ വളരെ സീരിയസ് ആയിട്ടുള്ള ദുൽഫുഖാർ അലി ബിൻ മുഹമ്മദ് ബഷീർ അലിയാസ് സുൽഫിക്കർ ബഷീർ. അലി കേട്ടോ, അങ്ങനെ വിളിക്കൂ. ശരി സാർ. അച്ഛന് സ്വന്നമേ ആലിക്കുട്ടി ഇന്നത് പരിപാടിയില്ലേ? ശരി, വെള്ളം വന്ന ബലവിടുവാ പോകണം. നാടും കൂടെ വേണ്ട. ഓക്കെ. പൊതുവെ കാഴ്ചക്ക് ഇച്ചിരി റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ആളായിട്ടാണ് പലരും. അപ്പൊ ആൾക്കാർ ഒരു അകലം വെക്കും എപ്പോഴും. ഫോണിൽ വിളിച്ചിട്ട് ഒത്തിരി പടം കട്ടായി പോയിട്ടുണ്ട് എനിക്ക്. ശരി. എതിരെ നിൽക്കുന്നവന്റെ ഉള്ളെന്നറിയാൻ ശ്രമിച്ച എല്ലാരും പാവങ്ങളാ മോനെ. இதோட விட்டுறக்கூடாது. இதை இன்னும் 1000 மடங்கு பெருசாக்கணும். கட்சி கொள்கை பரவ பயன்படணும்.